ഹലോ, ഏതാ നല്ല ബാങ്ക് ബ്രോ NRI തുടങ്ങാൻ? ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ പല പ്രൈവറ്റ് ബാങ്കുകൾ പല അക്കൗണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പബ്ലിക് സെക്ടർ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് NRI സ്റ്റാറ്റസ് ഉള്ള ഇന്ത്യക്കാർക്ക് തുടങ്ങാൻ പറ്റുന്ന അക്കൗണ്ടാണ് നോൺ റെസിഡൻറ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്, അതായത് NRI അക്കൗണ്ട്. നിങ്ങളുടെ വരുമാനത്തിനും സാലറിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് ചില പ്രവാസികൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് എന്താ പറയുക, ഒരു ചെറിയൊരു ഓഫറിൻ്റെ പിന്നാലെ, അതായത് ലോഞ്ച് ആക്സസ് കിട്ടും എന്ന് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഡെബിറ്റ് കാർഡിന് കിട്ടാൻ വേണ്ടിയിട്ട് 10,000 രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരുന്ന അക്കൗണ്ടിന് പിന്നാലെ പോകും. പിന്നീട് അത് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഡിഡക്റ്റ് ആവും. അങ്ങനെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ പർട്ടിക്കുലർ ഡെബിറ്റ് കാർഡ്, അതായത് ലോഞ്ച് ആക്സസ് കിട്ടുന്ന ഡെബിറ്റ് കാർഡിന് ഇയർലി ചാർജസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോവാതെ നിങ്ങളുടെ വരുമാനത്തിന് സൂട്ടബിളായിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ RD കാര്യങ്ങൾ, അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്കൊരു പബ്ലിക് സെക്ടർ ബാങ്കിൽ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ കാനറ ബാങ്കാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ പബ്ലിക് സെക്ടറിൽ നല്ല സർവീസാണ് അവർ കൊടുക്കുന്നത്. ഇനി പ്രൈവറ്റ് സെക്ടറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ 2 ഓപ്ഷൻ നിങ്ങൾക്ക് തരാം. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അത് കുഴപ്പമില്ല, പക്ഷേ ചാർജസ് ലിറ്റിൽ ബിറ്റ് ഹൈ ആണ് എന്നുള്ളൊരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ HDFC ബാങ്കും, അതായത് നിങ്ങൾ പ്രൊഫഷണൽ ആണെങ്കിൽ അവരും നല്ല പ്രൊഫഷണലാണ്. നിങ്ങൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്താൽ അവർ കട്ട് ചെയ്യില്ല, നിങ്ങൾ അത് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കട്ട് ചെയ്യും. പക്ഷേ അവരെ സർവീസൊക്കെ വളരെ സ്പീഡാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 25,000 മുതൽ 50,000 വരെ സാലറി ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ആയിരിക്കും എപ്പോഴും നല്ലത്. കാരണം അത്തരത്തിലുള്ള സാലറി ഉള്ള ആളുകൾക്ക് എപ്പോഴും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ ചെയ്യേണ്ടി വരും. അത് ഹോസ്പിറ്റൽ കേസസ് ഉണ്ടാവും, നാട്ടിൽ പല കടങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഈ മിനിമം ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യാൻ അവനെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. പിന്നെ അതിന് മേലെ വരുമാനമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ തന്നെ RD, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് പബ്ലിക് സെക്ടർ ബാങ്കും ഒക്കെയാണ്. എങ്കിൽ കൂടി നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, പെട്ടെന്ന് കിട്ടേണ്ട ഒരു കസ്റ്റമർ സപ്പോർട്ടൊക്കെ പ്രൈവറ്റ് ബാങ്കിൽ നിന്നാണ് എളുപ്പം കിട്ടുക. അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 ബാങ്ക് ഇപ്പോൾ നിലവിലൊന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കും അടുത്തത് HDFC ബാങ്കും. ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. ഇതെന്നെ ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ സുഹൃത്തിൻ്റെ വരുമാനം നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.